സ്വർഗസ്ഥനായ പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്ന് ശബാത്ത് ദിവസമാണ്. വെള്ളിയാഴ്ച സന്ധ്യ മുതൽ ശനിയാഴ്ച സന്ധ്യ വരെയാണ് ദൈവത്തിൻ്റെ സ്വസ്ഥത, ദൈവം തന്നിരിക്കുന്ന സ്വസ്ഥത ദിവസം, ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ദിവസം. നോഹ പെട്ടകം പണിയാൻ ദൈവം കൽപ്പിച്ചു. വിശ്വാസത്താൽ നോഹ പെട്ടകം പണിതു. 100 വർഷം മറ്റും എടുത്തു പെട്ടകം പണിയുവാൻ. ആ സമയങ്ങളിൽ മഴ പെയ്യാത്ത നാളുകളായിരുന്നതിനാൽ ഈ പെട്ടകം പണിയുന്നത് എന്തൊരു ഉദ്ദേശമെന്ന് ആൾക്കാർക്ക് മനസ്സിലായില്ല. പക്ഷേ 100 വർഷവും നോഹ പ്രസംഗിച്ച് കാണും, മഴ പെയ്യാൻ പോകുന്നു, മാനസാന്തരപ്പെടൂ, മാനസാന്തരപ്പെടൂ. ആരും ചെവിക്കൊണ്ടില്ല. അത് കാരണം നോഹയും കുടുംബവും അല്ലാതെ ഒരാൾ പോലും അതിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അന്നത്തെ കാലത്തെ ആ ദുഷ്പ്രവൃത്തി കാരണം മുന്നോട്ട് പോകുവാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ അന്നത്തെ ജനങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. ഇന്നും ആ കാലഘട്ടം തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിയുന്നവർ ഈ ശബത്ത് എന്ന സ്വസ്ഥതയിൽ പ്രവേശിക്കുക തന്നെ വേണം. ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിക്കുകയും ആ രാജ്യത്തിൻ്റെ വ്യവസ്ഥ പാലിക്കുകയും ചെയ്യാതെ മുന്നോട്ട് പോകുവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മുടെ പൗരത്വം ഇവിടെ അല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇതൊരു താൽക്കാലിക ജീവിതമാണ്. അപ്പോൾ നമ്മുടെ രാജ്യം വേറെയാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ആ രാജ്യത്തെ വ്യവസ്ഥകൾ നമ്മൾ പാലിക്കുക തന്നെ വേണം. ആ രാജ്യത്തെ കൽപ്പനകൾ അനുസരിക്കണം. അതിനുള്ള എല്ലാ വചനങ്ങളും നമുക്ക് ദൈവം തന്നെ നമ്മുടെ കൈവശം തന്നിട്ടുണ്ട്. അതനുസരിച്ച്, ആ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം. എന്താണ് ന്യായപ്രമാണം, എന്താണ് കൽപ്പന എന്നൊന്നും അറിയാതെ ന്യായപ്രമാണം മാറിപ്പോയി, ഇനി അത് വേണ്ട എന്ന് പഠിപ്പിക്കുന്ന അനേക എതിർ ക്രിസ്തുക്കൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന 14 ലേഖനങ്ങൾ വായിക്കുമ്പോൾ ന്യായപ്രമാണം മാറിപ്പോയി, ഇനി ന്യായപ്രമാണം കൊണ്ട് ഒരാൾക്കും ഒരു രക്ഷയുമില്ല, അത് കാരണം നിങ്ങൾ ഇനി അത് ന്യായപ്രമാണത്താൽ ഒരു ജഡം പോലും രക്ഷിക്കപ്പെടത്തില്ല എന്നൊക്കെ എഴുതിയിരിക്കുന്നത് പഠിപ്പിക്കുന്നു. അത് കാരണം 10 കൽപ്പന കൊടുത്തിരിക്കുന്ന കൂട്ടിച്ചേർത്ത് ന്യായപ്രമാണം മുഴുവനും മാറിപ്പോയി എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും ഒരു വീഡിയോ ഞാൻ കണ്ടു, ന്യായപ്രമാണം മാറിപ്പോയി, ഇനി അതിനാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടത്തില്ല, അതിനി ആവശ്യമില്ല, ഇനി നമ്മൾ ആ ദൈവപുത്രനിൽ വിശ്വസിച്ചങ്ങ് പോയാൽ മതി എന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷെ ന്യായപ്രമാണം ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്ത യാഗങ്ങളും മറ്റു കാര്യങ്ങളുമായിരുന്നു. അതാണ് മാറിപ്പോയത്. 10 കൽപ്പന സീനായി മലയിൽ മോശയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ 10 കൽപ്പനയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കത്തില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത വചനമാണ്. അതിനകത്താണ് 4-ാം കൽപ്പന ശബത്ത് എന്ന സ്വസ്ഥത കിടക്കുന്നത്.
ഇതിനെ എടുത്ത് നൈസായി മാറ്റിക്കളഞ്ഞ് ക്രിസ്ത്യാനികൾ ഒട്ടുമുക്കാൽ പേരും ആരാധിക്കുന്ന ഞായറാഴ്ച ദിവസം എന്നൊരു ദിവസം, ദൈവത്തിൻ്റെ ദിവസം ശനിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച സന്ധ്യ മുതൽ ശനിയാഴ്ച വൈകിട്ട് സന്ധ്യ വരെയാണ് ഈ സ്വസ്ഥത എന്ന് പറയുന്നത്. അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് ദിവസമാണ്. ഈ ദിവസം മാറിപ്പോയിട്ടില്ല. ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിക്കുന്നവർക്ക് ദൈവത്തെയാണ് വിളിക്കുന്നതെന്ന് അറിയുവാൻ ഈ മുദ്ര, ഈ ശബത്തെന്ന സ്വസ്ഥത, ഈ മുദ്ര, ഈ അടയാളം ആവശ്യം തന്നെയാണ്. ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിക്കുന്നവർക്ക് ഒരു മാറ്റം വേണം, ഒരു വേർപാട് വേണം. അവരെ തിരിച്ചറിയണം, ഈ ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് വിളിക്കുന്നതെന്ന്. പിതാവായ ദൈവമാണ് ഈ കൽപ്പന കൊടുത്തിരിക്കുന്നത്. പുത്രൻ വന്നത് സകല യാഗങ്ങളും നിർത്തലാക്കി ആ പാപങ്ങൾക്ക് ഒരേ ഒരു യാഗത്താൽ എല്ലാവർക്കും പാപമോചനം ലഭിച്ചു. ഇസ്രായേലിൻ്റെ പാപമോചനത്തിനാണ് കർത്താവ് വന്നത്. ആ ക്രൂശീകരണം കഴിഞ്ഞതിനോടുകൂടി ലോകം മുഴുവനും ഒരു രക്ഷയായി. പക്ഷെങ്കിൽ ഈ വചനങ്ങൾ അനുസരിച്ച്, ഈ വചനത്തെ സ്വീകരിച്ച്, ഈ കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോകുന്നവർക്കാണ് ഈ രക്ഷയുള്ളത്. 10 കൽപ്പന എന്ന് പറയുമ്പോൾ ഈ പുതിയ നിയമത്തിൽ ഈ 10 കൽപ്പന തന്നെയാണ് ഉച്ചരിച്ച് പറയുന്നത്. എന്നാൽ അതിനൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അനേക എതിർ ക്രിസ്തുകൾ ഇറങ്ങി ഈ ലോകത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിനെ നോക്കുക, ഇസ്രായേലിനെ കണ്ട് പഠിക്കുക, കൽപ്പനകൾ മനസ്സിലാക്കുക, വായിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അവരവരുടെ ഹൃദയത്തിൽ വെളിപ്പെട്ട് കിട്ടും. അവരവരുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ് അവരവരുടെ ശരീരം. അതനുസരിച്ച് മുൻപോട്ട് പോവുക. പലയിടത്തും ഓടി നടന്ന് പല സഭകളിലും പോയി പല നന്മകളും ലഭിക്കാൻ വേണ്ടി പലയിടത്തും കിടന്ന് ഓടുവാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരണം. ദൈവം അനുവദിച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം കാക്കും. ഇനി എന്ത് അസുഖം വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ദൈവം വിടിവിപ്പാൻ തയ്യാറാണ്. ദൈവം അതിന് വിടിവിക്കുക തന്നെ ചെയ്യും. അതിനൊരു കാലതാമസം വരും. ദൈവത്തെ അറിയുന്നവർക്ക് ആ നിർണയപ്രകാരം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്താണ്? നിത്യജീവനാണ് ഒരുക്കിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യം. ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അനവധി വരും. ആ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവം ഉണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. അതിനാൽ ദൈവത്തെ അറിയുന്നവർ ദൈവത്തോട് ചേർന്ന് നടക്കാൻ ശ്രമിക്കണം. ആ ചേർന്ന് നടക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകും. ആ ബുദ്ധിമുട്ടുകൾ കാരണം പലരും ദൈവത്തിൽ നിന്നും മാറിപ്പോകുന്നു. വർഷങ്ങളായി നിൽക്കുന്നവർ വരെ ദൈവത്തിൽ നിന്നും മാറിപ്പോകുന്നു. കാര്യം ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ കണ്ടെത്തുക. യാതൊരു പ്രതിഫലവും പ്രതിഫലങ്ങൾ നമ്മൾ ഇച്ഛിക്കരുത്. ആ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ അറിയുമ്പോൾ നമ്മളെ നടത്തുവാൻ ദൈവം ബാധ്യസ്ഥനാണ്. ആ ദൈവം ഓരോ ദിവസവും നമ്മളെ വഴി നടത്തും. ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ പിശാചിൻ്റെ ഉപദ്രവങ്ങൾ പലതും ഉണ്ടാകും. അത് മനുഷ്യരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അല്ല, പിശാച് വന്ന് നമ്മളെ പേടിപ്പിക്കുകയല്ല. മനുഷ്യരുടെ ഉള്ളിൽ നമുക്കെതിരായി നിന്ന് പറയും. അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ആത്മാവിനെ നേടുക, ദൈവാത്മാവിനെ നേടുക.
ദൈവാത്മാവില്ലാത്തവർക്ക് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ദൈവത്തെ മുറുകെ പിടിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ അനവധി വരും. അപ്പം ദൈവത്തെ അന്വേഷിക്കുന്നവർ ഇപ്പം തന്നെ നമ്മുടെ പ്രതികൂലങ്ങളൊക്കെ മാറി, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറി ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെടാനാണ് നോക്കുന്നത്. പക്ഷേ ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ അനേകം പ്രശ്നങ്ങൾ വരും. അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കണം. സ്നേഹിച്ചാൽ എന്ത് പ്രശ്നം വന്നാലും വിട്ടുമാറത്തില്ല. അതുകൊണ്ട് ഈ കൽപ്പനകൾ അനുസരിക്കണം. ഈ കൽപ്പന മാറിപ്പോയി എന്ന് പറയുന്നവരെല്ലാം എതിർ ക്രിസ്തുക്കളാണ്. സഭകളിൽ നുഴഞ്ഞു കയറി അനേകരെ തെറ്റിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് വചനത്തിൽ പറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ വചനം അന്ന് റോമാക്കാർ, അന്നത്തെ രാജാക്കന്മാരും ചക്രവർത്തികളുമൊക്കെ ഇതിനെ മാറ്റി, ദിവസങ്ങളും മാറ്റി, പേരുകളും മാറ്റി, സകലതും മാറ്റി, ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ തന്നെ മാറ്റി അവർ ആ ദിവസമേ മാറ്റിക്കളഞ്ഞു. ഇസ്രായേലിൽ അനേക യഹൂദന്മാരുണ്ട്. പക്ഷേ അവിടെയും യഹൂദന്മാരെന്ന് പറയുന്നതേ ഉള്ളൂ. അനേകർ യഹൂദന്മാരാന്ന് പറഞ്ഞ് നടക്കുന്നു. പക്ഷേ അവരൊന്നും യഹൂദന്മാരല്ല. ഇസ്രായേലിൽ തന്നെ ക്രിസ്ത്യാനികളുമുണ്ട്. അവരുടെ ആരാധനയൊക്കെ ഞായറാഴ്ചയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഈ ക്രിസ്ത്യാനികൾ മുഴുവനും ആ യഹൂദൻ്റെ ബൈബിൾ എടുത്ത് വെച്ച് ആ ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനകളും മാറ്റി ഒരു ഉഡായിപ്പിലിങ്ങനെ ആരാധിച്ചു പോകുന്നു. നിങ്ങൾക്ക് നിത്യജീവനാ വേണമെങ്കിൽ ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. ഇസ്രായേലിനെ നോക്കുക. ആ വിശ്രമ ദിവസത്ത് പ്രവേശിക്കാൻ ഉത്സാഹിക്കുക. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് ശബത്തിന് കാര്യങ്ങളുമൊക്കെ. അതിൽ 14-ാം വാക്യം, ദൈവപുത്രനായ മഹാപുരോഹിതനായ നമ്മുടെ കർത്താവ് ആകാശത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. ആ കർത്താവിൻ്റെ വരവെങ്കിൽ ഈ സ്വസ്ഥതയിൽ പ്രവേശിച്ചവർ ഈ സ്വസ്ഥത മുറുകെ പിടിക്കുക, ഈ ശബത്ത് മുറുകെ പിടിക്കുക. മരിച്ചവർ, ഈ സ്വസ്ഥതയിൽ പ്രവേശിച്ചവർ ഉയർത്തെഴുന്നേക്കും. ഇപ്പോൾ ഈ സ്വസ്ഥതയിൽ പ്രവേശിച്ചവർ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടും. ഇത് മനസ്സിലാക്കുക, വായിക്കുക, ബൈബിൾ വായിച്ച് മനസ്സിലാക്കുക. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ച മാത്രം കേട്ട് നിത്യജീവനെ കളയാതെ, ആത്മാവിനെ കളയാതെ ഈ ദൈവത്തോട് അടുത്തു വരിക. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. ഈ ലോകത്ത് പല നന്മകളും കൊണ്ടുവന്ന് പിശാച് മനുഷ്യരുടെ കണ്ണും ഹൃദയമൊക്കെ കവർന്നെടുത്തിരിക്കുന്നു. യഹൂദന്മാർ ദൈവപുത്രനെ അവർ ക്രൂശിച്ചവരാണ്, അവർ കൊന്നവരാണ്. അത് കാരണം ഞങ്ങൾ ആ ഇസ്രായേലിനെ വെറുത്തു എന്ന് പറയുന്ന മണ്ടത്തരത്തിലോട്ട് പോകാതെ ദൈവത്തിൻ്റെ പദ്ധതിയാണിത്. അവരുടെ കണ്ണും അവരുടെ ഹൃദയമൊക്കെ കഠിനമാക്കി ഈ പദ്ധതി ദൈവം തന്നെ നിറവേറ്റിയിരിക്കുന്നതാണ്. ഇത് ലോകം മുഴുവനും ഈ രക്ഷ വന്നെത്തി. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പഴയ പ്രവൃത്തികളൊക്കെ ഉരിഞ്ഞു കളഞ്ഞ് ദൈവത്തോട് ചേരുവാൻ നോക്കുക. ഈ ലോകം ഇനി അധികം മുന്നോട്ട് പോകത്തില്ല. അതിനു മുമ്പേ മാനസാന്തരപ്പെട്ട് ഈ ദൈവത്തോട് ചേരുക, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. പ്രൈസ് ദി ലോർഡ്.